പ്രൈസ് ലോഡ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ മാരത്തോണിലും ഞാൻ പങ്കെടുത്തായിരുന്നു. ഈ പ്രാവശ്യത്തെ മാരത്തോണിലും എനിക്ക് പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അതിന് ഈശോന് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ തന്നെ ഈശോൻ്റെ സ്നേഹം ഞാൻ അറിയുകയും ചെയ്തു. രണ്ടാമത് ഞാൻ വായിച്ചപ്പോൾ ഇന്നലെ ഞാൻ വായിച്ചത് ജെറേമിയായിരുന്നു. അപ്പോൾ ജെറേമിയ വായിച്ച് കഴിഞ്ഞപ്പോൾ റോസ് എന്നോട് പറഞ്ഞു, ഈശോ സ്നേഹിക്കുന്നുണ്ട്, ആശയം കുറേ കൂടി ഇനി ആരോടെല്ലാം വിഷമവും ദേഷ്യവും ഉണ്ട് അവരൊന്നും കൂടി പഴയതുപോലെ തന്നെ സ്നേഹിക്കുക, മതിലുകൾ വേണ്ട ആ സ്നേഹത്തിന് എന്ന് എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. പിന്നെ ഇന്ന് എനിക്ക് റീഡിങ്ങിൽ കിട്ടിയത് 1 കൊറിന്ത്യൻസ് എൻ്റെ 13ാമത്തെ ചാപ്റ്റർ എനിക്ക് വായിക്കാൻ. അതിൽ സ്നേഹത്തെക്കുറിച്ചായിരുന്നു ഈശോ പറഞ്ഞത് കൂടുതലും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതെന്നെ കൂടുതൽ ആ സ്നേഹം കൂടുതൽ എനിക്ക് വ്യക്തമാക്കി തന്നതാണ് ഈശോ. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ഈശോ നമ്മളോട് കൂടുതൽ സംസാരിക്കുകയാണെന്നുള്ള ബോധ്യം എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഈ രണ്ടാമത് ഇതിന് വേണ്ടി റെഡിയാവുമ്പോൾ തന്നെ എൻ്റെ മക്കളാണെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഒരുക്കുകയും എഴുതി കത്തിക്കുകയും ഒരുക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ റെഡിയാവുന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഫാമിലിയും കൂടി ഇതിൽ പങ്കുചേരുന്ന പോലെ തോന്നി. ഏതായാലും ഇതിന് വേണ്ടി പ്രയത്നിക്കുകയും ഈശോയായിട്ട് നമ്മളെ അടുപ്പിക്കുകയും ചെയ്യുന്ന റോസിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി സർവശക്തനായ ഈശോയ്ക്കാണ്. ഈശോ അറിയാണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല. നമ്മൾ കൂടുതലും ഈശോൻ്റെക്ക് അടുക്കാൻ വേണ്ടിയുള്ളൊരു അവസരം ആണ് ഇതെല്ലാം. പ്രൈസ് ലോർഡ്.